ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അച്ചാർ തയ്യാറാക്കിയാലോ? കുടംപുളിയും. അതിന് ഞാൻ 2 കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമുക്കിത് പൊട്ടിക്കാം. ഇത് ഞാൻ നല്ലതുപോലെ പൊട്ടിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഒടിച്ചെടുത്താൽ മാത്രം മതി. പിച്ചാത്തിയൊന്നും തൊടണ്ട. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഈ വലുപ്പത്തിൽ മതി. ഇതുപോലെ ബാക്കി ചെയ്യാം. നമുക്ക് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് നമുക്ക് പുളിയിട്ട് കൊടുക്കാം. പുളിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിന് ഇങ്ങനെ ചൂടുവെള്ളത്തിലിടുന്നത് നമ്മുടെ ഇതിൻ്റെ കാറയൊക്കെ പോകാനായിട്ടാണ്. ഞാനൊരു ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് ഒരു 3 സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി. അതിനകത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കടുവും പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത്, നമുക്ക് കുറച്ച് കാന്താരി, ഇതിനകത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു 3 സ്പൂൺ മുളക് പൊടി, ഇതിനകത്തിലേക്ക് 1 സ്പൂൺ കായപ്പൊടി. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിനകത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ വേവിക്കാൻ നേരം ഉപ്പിട്ടാണ് വേവിച്ചത്. ഇനി നമുക്ക് നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാൻ. നമ്മൾ ഇതിനകത്ത് വിനാഗിരി ചേർക്കണ്ട. നമ്മുടെ പുളി നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കേണ്ട. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം.